നമ്മുടെ സഹോദരന്മാർ ഈ വീടുകളിലൊക്കെ ഇതിൻ്റേതായിട്ടുള്ള ട്രാക്റ്റുകൾ എത്തിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഞങ്ങൾ പെരുമ്പാവൂർ പ്രോഗ്രാം നടത്തി ഇത് വിതരണം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു സഹോദരൻ വിളിച്ചു, സാറേ ആ ട്രാക്റ്റ് വായിച്ചിട്ട് ഞാൻ എൻ്റെ വർഷങ്ങളായിട്ടുള്ള പുകവലി ശീലം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറവാനിടയായി തീർന്നു. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, മദ്യപാനമോ പുകവലിയോ പാൻ മസാലയോ ഉപേക്ഷിക്കുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടുന്ന കൗൺസിലിങ്ങിനും ഡി അഡിക്ഷനും ഒക്കെ ഉള്ളതായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി തരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു തെരുവ് നാടകം ശ്രദ്ധിക്കുവാനായിട്ടുള്ള സമയമാണ്. ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഞാനാണ് മദ്യം. ഞാനാണ് ഇവനെ കൊന്നത്. എങ്ങനെ? ആദ്യത്തെ കുടിയിലൂടെ, സുഹൃത്തുക്കളിലൂടെ ഞാൻ ഇവനെ വശീകരിച്ചാകർഷിച്ച് എന്നിലേക്ക് അടുപ്പിച്ചു. പിന്നെ ദൈവത്തെക്കാൾ, ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, ഉത്തരവാദിത്തങ്ങളെക്കാൾ ഇവൻ എന്നെ സ്നേഹിച്ചു. പിന്നെ എനിക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ ഇവൻ മടിച്ചില്ല. ഇവൻ എൻ്റെ അടിമയായി. എന്നിട്ട് ഞാൻ അവന്റെ സിരകളിലൂടെ ലഹരിയായി ഒഴുകി. ഇവന്റെ ഓക്സിജൻ ദാതാക്കളായ ചുവന്ന രക്താണുക്കളെ ഞാൻ നശിപ്പിച്ചു. ശ്വാസതടസ്സവും വിളർച്ചയും സമ്മാനിച്ചു. ഹൃദയരോഗങ്ങൾ, ലിവർ സിറോസിസ്, ഓർമ്മക്കുറവ്, വിഷാദം, ചുഴലി, രക്തവാതം, ഉയർന്ന രക്തസമ്മർദ്ദം, ആൽക്കഹോളിക്, ന്യൂറോപ്പതി തുടങ്ങിയ രോഗങ്ങളിട്ട് ഞാൻ ഇവന്റെ ആരോഗ്യം നശിപ്പിച്ചു. ഇവന്റെ പണവും സമാധാനവും ഉയർച്ചയും എല്ലാം ഞാൻ നശിപ്പിച്ചു. ഒടുവിൽ കൂട്ടുകാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം ഇവനിൽ നിന്നകറ്റി സമ്പത്തും ആരോഗ്യവും മാനവും നഷ്ടപ്പെടുത്തി ഞാൻ ഇവനെ മരണത്തിനേൽപ്പിച്ചു. അങ്ങനെ ഞാൻ ഇവനെ കൊന്നു. ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഞാനാണ് മദ്യം. ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഇനിയും നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര. ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? ഇനിയും ആരെങ്കിലും ഈ മരണത്തിന് ഉത്തരവാദികളുണ്ടോ? ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഞാനാണ് പുകയില. ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഞാനാണ് ഇവനെ കൊന്നത്. ഞാനാണ് ഇവനെ കൊന്നത്. എങ്ങനെ? വെറുതെ തമാശയ്ക്ക്, രസത്തിന്, കൂട്ടുകാരുടെ പ്രേരണയാൽ എന്റെ തകർക്കുന്ന ശക്തിക്ക് തീ പിടിപ്പിച്ചു. അങ്ങനെ ഞാൻ പുകച്ചുരുളുകളായി ഇവന്റെ ഉള്ളിലേക്ക് കടന്നു. എന്നിലുള്ള ആയിരക്കണക്കിന് വിഷവസ്തുക്കൾ ഇവന്റെ ഉച്ചി മുതൽ ഉള്ളം കാൽ വരെ വ്യാപരിച്ചു. അങ്ങനെ എന്നിലുള്ള ഭീകര കൊലയാളിയായ നിക്കോട്ടിനിലൂടെ ഞാൻ ഇവനെ അടിമയാക്കി. എന്നിട്ട് ഞാൻ ഇവന് ശ്വാസകോശാർബുദം, ഹൃദ്രോഗം, സ്ട്രോക്ക്, ആസ്മ, ലൈംഗിക പ്രശ്നങ്ങൾ, പ്രമേഹം, അന്ധത, തിമിരം, ക്യാൻസർ, ശരീരവേദന, വിട്ടുമാറാത്ത ചുമ, വായ്നാറ്റം, വികൃത രൂപം, കറുത്ത പല്ല്, സ്വഭാവ വൈകല്യങ്ങൾ,
തുടങ്ങിയവ സമ്മാനിച്ചു. ഇവൻ സ്വാഭാവികമായി മരിക്കേണ്ടതിന് 8 വർഷം മുൻപേ ഞാൻ ഇവനെ കൊന്നു. ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഞാൻ പുകയില. ഞാനാണ് ഇവനെ കൊന്നത്. ഇനിയും നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര. ഇനിയും നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര. ഇനിയും നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര. ആരാണ് ഈ മരണത്തിനുത്തരവാദി? ആരാണ് ഈ മരണത്തിനുത്തരവാദി? ആരാണ് ഈ മരണത്തിനുത്തരവാദി? ഇനിയും ആരെങ്കിലും ഈ മരണത്തിനുത്തരവാദികളുണ്ടോ? ഞാനാണ് ഈ മരണത്തിനുത്തരവാദി. ഞാനാണ് പാൻ മസാല. ഞാനാണ് ഇവനെ കൊന്നത്. ഞാനാണ് ഇവനെ കൊന്നത്. ഞാനാണ് ഇവനെ കൊന്നത്. എങ്ങനെ? മനോഹരമായ വർണ്ണ പാക്കറ്റിന്റെ ഉള്ളിൽ കൊലയാളിയായി ഞാൻ ഒളിച്ചിരുന്നു. പകലന്തിയോളം പൊരിവെയിലത്ത് പണിയെടുത്ത് കിട്ടിയ കാശ് കൊടുത്ത് ഇവൻ എന്നെ വാങ്ങി. ചിറിക്കുള്ളിലേക്ക് എന്നെ തിരുകി. എന്നിലുള്ള പുകയില, ചുണ്ണാമ്പ്, സുഗന്ധദ്രവ്യങ്ങൾ, അക്കേഷ്യ കാറ്റിച്ചു എന്ന കൊന്നമരത്തിന്റെ പശ, ലെഡ്, കാഡ്മിയം, DDT കീടനാശിനി അവശിഷ്ടങ്ങൾ, കഞ്ചാവെണ്ണയിൽ വറുത്ത അടയ്ക്ക, കുപ്പിച്ചില് നേർമയായി പൊടിച്ചത്, ഇവയെല്ലാം ഉണർന്ന് പ്രവർത്തിച്ചു. അവയ്ക്കുള്ളിൽ ക്യാൻസറായി ഞാൻ എൻ്റെ തനിനിറം പുറത്തെടുത്തു. അങ്ങനെ ഞാൻ ഇവനെ കൊന്നു. ഞാനാണ് ഈ മരണത്തിനുത്തരവാദി. ഞാനാണ് ഈ മരണത്തിനുത്തരവാദി. ഇനിയും നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര. ഇനിയും നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര. ഇനിയും നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര. എന്നോട് നോ, വേണ്ട എന്ന് പറയാത്തവരെയൊക്കെയും ഞാൻ നശിപ്പിക്കും. ഈ മനുഷ്യന് വന്ന ഗതി ഞങ്ങൾക്ക് വരാതിരിക്കുവാൻ മദ്യം, മയക്കുമരുന്ന്, പുകയില, പാൻ മസാല, ഇന്റർനെറ്റ്, മൊബൈൽ അടിമത്തം, അശ്ലീലം, കുടുംബ തകർച്ച ഇവയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ ആരുമില്ലേ? മരണഭീതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ. ഉണ്ട്. രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് രക്ഷാമാർഗമുണ്ട്. നിങ്ങളെ സഹായിപ്പാൻ പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന യേശുവുണ്ട്. അനാംസുണ്ട്. ആത്മഭാരമുള്ള അനേകരുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കുക. കേൾവിക്കാരാകാതെ കാഴ്ചക്കാരാകാതെ കാണികളാകാതെ കണ്ണികളാകാം. നഷ്ടപ്പെട്ടവരെ നേടാൻ, ജീവിതങ്ങളെ നേർപ്പാതയിലേക്ക് നയിക്കുവാൻ നമുക്ക് കരം കോർക്കാം. അണിചേരൂ സോദരരെ, അനാംസിനൊപ്പം പാപമാർഗെ പോകുന്നവരെ വിടുവിപ്പാൻ. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ഇതിലപ്പുറമായിട്ട് ഇനിയൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ. നാളുകളായിട്ട് ആഗ്രഹിച്ചിട്ടും രക്ഷപ്പെടുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ലഹരി വിരുദ്ധ യൂണിറ്റുമായിട്ടോ AV ജോർജ് സാറുമായിട്ടോ കുറ്റപ്പുഴ യെരുശലേം ചർച്ചിൻ്റെ ചുമതലക്കാരുമായിട്ടോ ബന്ധപ്പെടുക. അങ്ങനെയുള്ളവർക്ക് വേണ്ട കൗൺസിലിങ്ങും ഡി-അഡിക്ഷനും ഒക്കെ വേണ്ട ക്രമീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇത്രയും നേരം ഞങ്ങളെ സഹകരിച്ച എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. ഇതിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്
വരും ദിവസങ്ങളിലും ഞങ്ങളുടെ നമ്പറൊക്കെ നിങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള ട്രാക്റ്റിൽ ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളോ അല്ലെങ്കിൽ ഇപ്രകാരം രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താവുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.